ടാസ്ക്കാണ്. ഒറ്റ വാചകമേ ഉള്ളൂ. ആ വാചകം നിർത്താതെ പറയണം. പോയി ഒരുത്തിയായി ഒരുത്തിപ്പറ്റി ഇരുവരായി, ഇരുവരും കരുത്തരായി, കരുത്തരും വിരുദ്ധരായി, വിരുദ്ധരിൽ ഒരുവന്റെ ബന്ധുവിന്റെ ശത്രുവിന്റെ ഇല്ലഞ്ചൊട്ടവന്റെ അച്ഛൻ ആരാ? നിങ്ങൾ എന്തൊരു മനുഷ്യനാ, എന്തെവിടെ സംസാരിക്കണം ഒരു ബോധമില്ല. ആരാന്ന് പറയണ്ട, ഈ വാക്കൊന്ന് മുറിയാതെ ഇതിനൊക്കെ കാരണം ഡോക്ടറാ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. ഒറ്റ കാര്യം ഒറ്റ കാരണം ഈ ഡോക്ടറുകാരനെ ഞാനിത് കേൾക്കേണ്ടി വന്നു. നമ്മൾ പറഞ്ഞു പിടിച്ചില്ലേ? ഞാൻ തോറ്റല്ലോ, തോൽവി സമ്മതിച്ചോട്ടോ. സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. അതൊന്നുകൂടെ പറയൂ, ഒന്ന് കേക്കട്ടെ. ഒരുത്തൻ പോയി ഒരുത്തിയായി, ഒരുത്തൻ പോയി ഒരുത്തിയായി. എന്ത് വലിയ കണ്ടുപിടുത്തം അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ഏതെങ്കിലും ബുക്ക് സ്റ്റാളിന് അയച്ചു കൊടുത്താൽ തനിക്ക് നോബൽ സമ്മാനം കിട്ടും. ഇത് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. മേയർ ഇതിൽ ഇടപെടണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം. ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അല്ല, നിങ്ങൾ ചാനലിൽ ഇരുന്നിട്ട് കുറെ ആൾക്കാരെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? നിങ്ങൾക്ക് ആ റിമോട്ട് എടുത്ത് ഞാൻ ചാനലിൽ ഇരുന്ന് വെള്ളം കുടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്, മാറ്റാം. ഞാനിപ്പോ എന്ത് വെച്ച് ഇത് മാറ്റും? ഉത്തരം മുട്ടിച്ചുള്ളതല്ലോ. എനിക്കിത് മാറ്റാൻ പറ്റില്ലല്ലോ. വേറെ ഏതൊരു ചാനൽ വെച്ച് കാണാൻ ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. നിങ്ങളുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റാൻ പാടില്ല. ഇത് മര്യാദക്ക് ഈ ചടങ്ങ് തീരുമാനമല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കുന്നത്? എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. തൽക്കാലം ഒരു മിമിക്രി കാണിച്ചു തന്നാൽ മതി, സന്തോഷിപ്പിക്കാൻ. ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും ആളുകൾ എന്തെങ്കിലും ഒരു മിമിക്രി ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഈ ഡോക്ടറെ കണ്ട സ്ഥിതിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും പറയണ്ടോ? നിങ്ങളൊക്കെ അവരുടെ സാമ്രാജ്യത്തിലെ കുട്ടിക്കുരങ്ങന്മാരാണ്. ചാടാൻ പറയുമ്പോൾ ചാടണം, തുള്ളാൻ പറയുമ്പോൾ തുള്ളണം. എനിക്കെതിരെയുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് എന്നുള്ളത് എനിക്ക് മനസ്സിലായേ ഇല്ല. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ, പഴയ പോലെ ഒന്നുമല്ല.